നമ്മളെല്ലാവരുടെയും പൊതു സമക്ഷത്ത് നിൽക്കുന്ന ഒരു വലിയൊരു വിഷയമാണ് നടി ആക്രമിക്കപ്പെട്ട ഒരു സംഭവം. ആ നടി ആക്രമിക്കപ്പെട്ട സംഭവം ഇപ്പം വർഷങ്ങൾ ഒരുപാടായി ആ ഒരു സംഭവം നടന്നിട്ട് അതിന്റെ കേസ് വിചാരണ മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും ഒരു തീർപ്പ് കൽപ്പിക്കാതെ അതിങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു വിഷയമായിട്ട് തുടരുന്നുണ്ട്. അതിപ്പോഴും കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് WCC എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാവുക. അതിനുശേഷമാണ് WCC എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാവുകയും സംഘടനയുടെ ആവശ്യപ്രകാരം സംഘടന അന്ന് മുഖ്യമന്ത്രി കണ്ടപ്പോ നമ്മളെല്ലാരും കണ്ടതാണ് ആ ഒരു സെൽഫി. സംഘടന അന്ന് എല്ലാ സ്ത്രീകളും സിനിമയിലുള്ള കുറച്ച് സ്ത്രീ ആൾക്കാർ ചേർന്ന് ഉണ്ടാക്കിയ ഒരു സംഘടന അന്ന് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ തുടരുന്ന ശ്രീ പിണറായി വിജയനെ കണ്ട സമയത്ത് അവരൊരു സെൽഫി എടുത്തു. ആ സെൽഫി പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിനൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോരുന്നതൊക്കെ അന്ന് ഭയങ്കര വാർത്ത ആയ ഒരു കാര്യമാണ്. പക്ഷെ ഇന്ന് അതിന്റെ മറ്റൊരു വിഷയം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന കാർഡ് ന്യൂസിൽ വന്നൊരു കാർഡാണ്. ആ കാർഡിൽ പറയുന്നുണ്ടല്ലേ, പാർവതി തിരുവോത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നല്ല ഒരു അഭിനേത്രിയാണ്. WCCയുടെ ഒരു സ്ഥാപക അംഗമാണ്. അതിൽ എന്തൊക്കെയോ ഒരു പദവികളിലൊക്കെ ഇരിക്കുന്ന ആളാണ്. അപ്പൊ ആ ആള് ഈ പറയുന്ന നമ്മുടെ CMന്റെ അടുത്ത്, മുഖ്യമന്ത്രിയുടെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇതിന് മേലുള്ള ഇനി എന്താണ് അടുത്ത പരിപാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നിലവിൽ നമ്മുടെ മുഖ്യമന്ത്രിയോട് പിണറായിയോട് പലരും പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. കാരണം ഓരോരുത്തരും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെ അത് നടന്നില്ല ഇത് നടന്നില്ല പല പ്രശ്നങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒരു ഒഴുക്കൻ മട്ടില് പുള്ളി അതിനെല്ലാം മറുപടി കൊടുത്ത് പോകുന്നുണ്ട്. മീഡിയ ഒരു വിഷയം പിന്നെയും കുത്തി കുത്തി ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ വിഷയത്തിന്മേൽ സ്കിപ്പ് ഓൺ ചെയ്തിട്ടുള്ള മറുപടികളും പുള്ളി കൊടുക്കാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഒരു മീഡിയ ഡിബേറ്റ് വിളിച്ചു കഴിഞ്ഞാൽ അലോസരപ്പെടുത്തുന്ന ചോദ്യങ്ങളുടെ മുന്നിൽ മൗനം നടിക്കുന്നതും അല്ലെങ്കിൽ ചെറിയ ചിരിയോടുകൂടി ആ വിഷയം അവസാനിപ്പിക്കുന്നതും, അല്ലെങ്കിൽ പണ്ട് ഒരിക്കൽ പറഞ്ഞതുപോലെ കടക്ക് പുറത്ത് എന്ന് പറയുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ഈ നാട്ടിലെ മീഡിയക്ക് ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പൊ അങ്ങനെ പൊതുജനവും പല ചോദ്യങ്ങളും ചോദിക്കുമ്പോഴും അവിടെയും മൗനം കിട്ടിയിട്ടുണ്ട്. നമുക്കടുത്ത് നമ്മുടെ ഈ വിഷയത്തിലേക്ക് വരാം. ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ തന്നെ രൂപീകരിച്ചത് സിനിമയ്ക്കുള്ളിലുള്ള പ്രശ്നം എന്താണ്, ആ സിനിമയുടെ പ്രശ്നം എന്താണെന്ന് അറിയുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഹേമ കമ്മിറ്റിയെ രൂപീകരിച്ചത്. ആ ഹേമ കമ്മിറ്റി രൂപീകരിച്ചതിന്റെ ലക്ഷ്യമെന്ന രീതിയിൽ അവര് ഈ സിനിമയിലുള്ള വനിതാ പ്രവർത്തകരുടെ മൊഴിയെടുത്ത സമയത്ത് അവർ ഒരുപാട് കാര്യങ്ങൾ, അതായത് പല നടിമാരും ഈ ഹേമ കമ്മിറ്റിയുടെ മുൻപാകെ വന്ന് അവർക്കുണ്ടായിട്ടുള്ള ദുരവസ്ഥ, അവർക്കുണ്ടായ പ്രശ്നങ്ങൾ ഈ ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ പറയുകയും അവരെന്ത് ചെയ്തു, ഈ ഹേമ കമ്മിറ്റി ഒരു റിപ്പോർട്ടായിട്ട് അതിനെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ കേരള ഗവൺമെന്റിന് കൊടുത്തു. ഈ കേരള ഗവൺമെന്റ് ആ റിപ്പോർട്ട് വാങ്ങി വെച്ചിട്ട് അതിന്റെ മേലെ കുറെ നാൾ അടയിരുന്നു. അത് അടയിരുന്നിട്ടും പ്രയോജനമുള്ളത് കണ്ടപ്പോ ജനരോക്ഷം വന്നു. പൊതുജനം ചോദിച്ചു തുടങ്ങി. നമ്മുടെയും കൂടെ നികുതി പണം എടുത്തിട്ടാണല്ലോ ഈ പരിപാടി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പൊതുജനം ചോദിച്ചു തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം സിനിമയ്ക്കുള്ളിൽ തന്നെ സംസാര വിഷയങ്ങളായി. അവസാനം ഒരു പ്രഷറായി, ഗത്യന്തരമില്ലാതെ അതിലും ചെറിയ തിരുത്തലുകളൊക്കെ വന്നെന്നാണ് അത് ഇറങ്ങിയ സമയത്ത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് കുറെ ഭാഗങ്ങളായിട്ട് പൊതുജനത്തിന് കിട്ടുന്ന രീതിയിൽ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയി. അപ്പൊ അതിൽ നിന്ന് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി അറിയാത്ത വിഷയങ്ങൾ ഒരുപാടുണ്ടാവും. അപ്പൊ ഇതിനകത്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ വെച്ചിട്ട് അത് ബന്ധപ്പെടുത്തി ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരു ടീമിനെയും ഫോം ചെയ്തു. അത് പോലീസിന്റെ തന്നെ കുറെ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് മറ്റൊരു ഇതിനെയും കൂടെ ഗവൺമെന്റ് തീരുമാനമുണ്ടാക്കി അവർ ഇതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുമെന്ന്. അതുമായി ബന്ധപ്പെട്ട് അവർ തന്നെ ഫസ്റ്റ് വന്ന് പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത്, ഇത് വെച്ചിട്ട് ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്യാം, ഇതിൽ ഒരുപാട് കേസ് എടുക്കാനുള്ള വകുപ്പുകളുണ്ട്, ഒരുപാട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷെ ഇപ്പോ അറിയാൻ സാധിക്കുന്നത് ഈ വിഷയങ്ങളെല്ലാം തന്നെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഈ പരിപാടിയില്ല, അത് ആരും മൊഴി കൊടുക്കാനോ ഒന്നിനും തയ്യാറാവാത്തോണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ആണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പൊ നമുക്ക് ആ ന്യൂസ് ആദ്യം ഒന്ന് കേൾക്കാം. ആ ന്യൂസ് കേട്ടതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങൾ കുറച്ചുകൂടെ സംസാരിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസ് ഈ സമയത്ത് ബ്രേക്ക് ചെയ്യുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും അവസാനിപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം. കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർക്ക് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് 35 കേസുകളും പോലീസ് അവസാനിപ്പിക്കുന്നത്. 21 കേസുകൾ അവസാനിപ്പിച്ച് പ്രത്യേക സംഘം റിപ്പോർട്ട് നൽകി. ബാക്കി കേസുകൾ ഈ മാസം അവസാനിക്കും. മലയാള ചലച്ചിത്ര മേഖലയെ ഇളക്കിമറിച്ചാണ് സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ പുറത്തു വന്നത്. തൊഴിലിടത്തുണ്ടായ തിക്താനുഭവങ്ങളും സിനിമയിൽ അവസരം ലഭിക്കാൻ നേരിടേണ്ടി വന്ന ദുരിതാനുഭവങ്ങളും വിവരിക്കുന്ന മൊഴികൾ
ഞെട്ടിച്ചിരുന്നു. കമ്മിറ്റി ശുപാർശകൾ ചർച്ച ചെയ്തതിന് പിന്നാലെ മോശം അനുഭവമുണ്ടായവർ പരാതിയുമായി വന്നതോടെയാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. കമ്മിറ്റിക്ക് മുന്നിൽ ചലച്ചിത്ര പ്രവർത്തകരായ വനിതകൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് 35 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തത്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത കേസുകൾ പ്രത്യേക സംഘത്തിലെ വിവിധ അംഗങ്ങൾക്ക് നൽകി. മൊഴി നൽകിയവർക്ക് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നായിരുന്നു പോലീസിന്റെ നോട്ടീസ് നൽകിയ മറുപടി. കോടതി മുഖേനയും മൊഴി നൽകിയവർക്ക് നോട്ടീസ് അയച്ചു. കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന ചലച്ചിത്ര പ്രവർത്തകരായ സ്ത്രീകൾ മൊഴി നൽകിയതോടെ 21 കേസുകളുടെ തുടർ നടപടിയും അവസാനിപ്പിച്ച് പ്രത്യേക സംഘം ഇതിനകം റിപ്പോർട്ട് നൽകി. ബാക്കി 11 കേസുകളിലും ഇതേ നിലപാടാണ് മൊഴി നൽകിയവർ ആവർത്തിച്ചത്. ചിലർ കോടതിയിൽ മൊഴി നൽകാൻ വിമുഖത കാണിച്ചു. തുടർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം റിപ്പോർട്ട് ഈ മാസം കോടതി നൽകുന്നതോടെ ഹേമ കമ്മിറ്റിയിലെടുത്ത എല്ലാ കേസുകളും അവസാനിക്കും. കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകാത്ത ചില വനിതാ പ്രവർത്തകരും ലൈംഗിക അതിക്രമ പരാതികൾ ഉന്നയിച്ചിരുന്നു. 40 കേസുകളാണ് ഇത്തരത്തിലെടുത്തത്. ഇതിൽ 30ഓളം കേസുകളുടെ കുറ്റപത്രം സമർപ്പിച്ചു. മുകേഷ്, മണിയമ്പിള്ള രാജു, രഞ്ജിത്ത്, സിദ്ദീഖ്, ജയസൂര്യ അടക്കമുള്ളവർക്കെതിരായ കേസുകളായിരുന്നു കുറ്റപത്രം നൽകിയത്. കൊട്ടിഘോഷിച്ച് രൂപീകരിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാരിന് മടിയായിരുന്നു. ഒടുവിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്നായിരുന്നു റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങൾ പുറത്തുവിട്ടത്. ഏറെ ആശയക്കുഴപ്പങ്ങൾക്കും ചർച്ചകൾക്കുമൊക്കെ ശേഷമാണ് ചലച്ചിത്ര മേഖലയിൽ നിന്നുയർന്ന പരാതികൾ അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചത്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് കമ്മിറ്റിക്ക് മുന്നിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു പോലീസ് നടപടിക്കും താല്പര്യമില്ലെന്ന് വനിതാ പ്രവർത്തകർ അറിയിച്ചതോടെയാണ് ഈ രാജ്യം തന്നെ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത എല്ലാ കേസുകളും കൂട്ടത്തോടെ അവസാനിപ്പിക്കുന്നത്. കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കണ്ടില്ലേ, ഇതാണ് നിലവിലുള്ള ഈ ഒരു ഇതിന്റെ അവസ്ഥ. ഇത് ഖജനാവിലുള്ള പൈസ എടുത്ത് ഒരു സമിതിയെ രൂപീകരിച്ച് ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഡേറ്റാസ് കളക്ട് ചെയ്തു. അത് കേസ് എടുക്കാൻ സാഹചര്യമുള്ള അവസ്ഥ ഉണ്ടെന്ന് പോലും പൊതുജനം അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇത് മുന്നോട്ടൊരു നടപടിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇത് പിടിച്ചു നിൽക്കുന്നത്. ഇതിൽ പാർവതി തിരുവോത്ത് വന്നിട്ട് മുഖ്യമന്ത്രിയോട് ചോദിച്ചിരിക്കുന്നത്, നമ്മളെല്ലാരും അവരുടെ സ്റ്റോറി കണ്ടതാണ്. അപ്പൊ അവർ അതിൽ കുറെ കാര്യങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന്റെ അടുത്ത ഘട്ടം, അതെന്താണ്, ഇതിൽ ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എല്ലാം കഴിഞ്ഞില്ലേ, അടുത്ത പരിപാടി എന്താണ്, അങ്ങനെയാണെന്നുള്ള ഒരു ഒഴുക്കുമട്ടിലാണ് പാർവതിയുമായി ചോദിച്ചത്. പക്ഷെ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിൽ കറക്റ്റ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ പരാതിപ്പെട്ടിട്ടുള്ള ആരും തന്നെ മൊഴി കൊടുക്കാൻ തയ്യാറാവുന്നില്ല. മൊഴി കൊടുക്കാൻ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, മൊഴി കൊടുക്കാൻ ആരും തയ്യാറാവുന്നില്ല. മൊഴി കൊടുക്കാൻ തയ്യാറാവാത്ത ഒരു വിഷയത്തിന്മേൽ അല്ലെങ്കിൽ ഒരു കേസിന്മേൽ ഒരാൾ പ്രതി ചേർത്ത് കേസ് എടുക്കണമെങ്കിൽ, ഇപ്പൊ ഞാനാണ് വാദി എന്നിരിക്കട്ടെ, ഞാനൊരു കേസ് കൊടുത്തു, ഞാൻ കൊടുക്കുന്ന കേസിന്മേൽ പോലീസിന് പ്രതിക്കെതിരെ ആക്ഷൻ എടുക്കണമെങ്കിൽ ഞാൻ പോയി മൊഴി രേഖപ്പെടുത്തണം. മൊഴി രേഖപ്പെടുത്തി അതൊരു ഫോർമാറ്റ് ആവണം, ഒരു പെറ്റീഷൻ ഫോർമാറ്റിലേക്ക് അത് ആവണം. എന്നാൽ മാത്രമേ അത് പോലീസിന് കേസ് എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന പോലെ എന്തെങ്കിലും പൊതുവായിട്ടുള്ള ഒരു വിഷയത്തിന്മേൽ കോടതി സ്വമേധയാ കേസുകൾ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇത് കാണില്ല. കാരണം ഇതൊരു കമ്മീഷൻ തന്നെ കണ്ടെത്തിയ വിവരങ്ങൾ പോലീസിന് നെക്സ്റ്റ് ആക്ഷന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ഡേറ്റയാണ്. ആ ഡേറ്റയിൽ ഇനി അവർ ചെയ്യേണ്ടത്, ആ പറയുന്ന ഹേമ കമ്മിറ്റിയിൽ രഹസ്യാത്മകമായ മൊഴിയാണെന്ന് പറഞ്ഞിട്ട് വാദിച്ച ഒരുപാട് നടിമാരെ നമ്മൾ ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ആരെയാണ് ഇനി പറയും? ഇവർക്ക് ഇതിൽ പേടിയുണ്ട്, ഇവർ അബ്യൂസ് ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇവർ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എന്തേ ഇവർക്ക് അവരുടെ പേരുകൾ വന്ന് വെളിപ്പെടുത്താൻ സാധിക്കുന്നില്ല? ഇവർക്ക് പോയി പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുക്കാൻ എന്തേ സാധിക്കുന്നില്ല? ഇവരിവിടെ ആരെയാണ് പേടിക്കുന്നത്? ഇനിയിപ്പോ ഇതിന്റെ മേലെ ഈ പറയുന്ന മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കുന്ന ആളോട് പോയി ചോദിച്ചാലും ഇവരെല്ലാവരും അവർക്ക് പറ്റിയിട്ടുള്ള അവസ്ഥകൾ പറയുന്നുണ്ട്. എനിക്ക് ഇത്തരത്തിൽ ഒരു അബ്യൂസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയും അവരുടെ ഈ പറയുന്ന ഇരയായിട്ട് ഇവർ നിൽക്കുമ്പോൾ ആ വേട്ടക്കാരനെ ഇവർ കവർ ചെയ്യുന്നുണ്ട്. ആരുടെയും പേര് വെളിപ്പെടുത്തുന്നില്ല. ഈ വെളിപ്പെടുത്തുന്ന വിഷയങ്ങളിൽ പോലും പിന്നെ ഉണ്ടാവുന്ന നമ്മൾ കാണുന്നുണ്ട്, കൂട്ടമായിട്ട് ഈ പറയുന്ന വനിതാ അംഗങ്ങളും അതുപോലെ തന്നെ ആണുങ്ങളും പൊതിഞ്ഞു സംരക്ഷിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിലെവിടെയാണ് ഇവര് കറക്റ്റ് പേര് വെളിപ്പെടുത്തുന്നത്? ഈ സംഘടനയ്ക്കുള്ളിൽ തന്നെ ഇത്രത്തോളം ഇവർ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിൽ ഇനി പോലീസ് എന്താണ് ഇതിൽ അടുത്തെടുക്കേണ്ട ആക്ഷൻ? അത് ഇവര് പറഞ്ഞു കൊടുക്കും. കാരണം ഇവരാണ് ഇപ്പൊ ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് വരുന്നത്. നിങ്ങൾ പറയണം, നിങ്ങൾക്ക് വേണ്ടി ഖജനാവിൽ ഇരുന്ന പൈസ എടുത്ത് നമ്മുടെ സാധാരണക്കാരെയും കൂടെ പൈസ വെച്ച് ഒരു കമ്മീഷൻ ഉണ്ടാക്കിയിട്ട് സിനിമയ്ക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരണമെന്ന രീതിയിൽ ഒരു കമ്മീഷനൊക്കെ വന്ന് അതിങ്ങനെ ഒരു രീതിയിൽ എത്തിയിട്ട് നിങ്ങളെ കൂടെയുള്ളവരാണ് മൊഴി കൊടുക്കാത്തത്. ആ മൊഴി കൊടുക്കാത്ത സാഹചര്യത്തിൽ ഇനി ഇതിന്റെ വാട്ട് നെക്സ്റ്റ്, അതിനുള്ള ഉത്തരം നിങ്ങളും തയ്യാറാൻ ബാധ്യസ്ഥരാണ്. കാരണം നിങ്ങളെ കൂടെയുള്ളവരാണ്. ഇനി നിങ്ങളെ സംഘടനയിലുള്ള ആരെങ്കിലും തന്നെ
ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരും രംഗത്ത് വന്നിട്ട് നമ്മൾ ഇതുമായിട്ട് തുടർന്നു പോകാൻ നമുക്ക് താല്പര്യമുണ്ടെന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആരെങ്കിലും എടുക്കണം. അപ്പോൾ അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ ഇവിടുത്തെ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് സേനയ്ക്ക്, ഇവിടുത്തെ നമ്മുടെ അടുത്ത് വരുന്ന നെക്സ്റ്റ് സ്റ്റെപ്പാണ് നിയമവ്യവസ്ഥയ്ക്ക്, ഇതിന് അഗെയിൻസ്റ്റ് എന്തായാലും ആക്ഷൻ എടുത്തേ പറ്റൂ. ആരാണോ നിങ്ങളെ ഇത്തരത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്, അഥവാ എത്ര വമ്പനാണെങ്കിലും ആ വമ്പനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഇവിടുത്തെ സിസ്റ്റത്തിന് സാധിക്കും. അത് പലതവണ തെളിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു സൈഡിലേക്ക് മാത്രം ടാർഗറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീക്ക്നെസ്സും കൂടെ നിങ്ങൾ തിരിച്ചറിയുക. ഇത് നിങ്ങൾ കവർ ചെയ്ത് വെക്കുന്ന, നിങ്ങൾ സംരക്ഷിച്ചു വെക്കുന്നത് ഒരു വേട്ടക്കാരനെയാണ്, അല്ലാതെ ഒരു ഇരയല്ല. നിങ്ങൾ സംരക്ഷിച്ചു വെക്കുന്ന വേട്ടക്കാരൻ പിന്നെയും ഈ ഇടങ്ങളിൽ തന്നെ തുടരുന്നു. ഈ പ്രശ്നങ്ങളിൽ ഇത്രയേ ഉള്ളൂ എന്നവർ തിരിച്ചറിയുന്നു. ഈ പ്രശ്നത്തിന് ഇപ്പോഴും ഒരു സൊല്യൂഷൻ ഇല്ലാതെ അവിടെ തന്നെ നിലനിൽക്കുന്നു. ഇനി ഇതിന്റെ പേരിൽ കോൺക്ലേവോ അങ്ങനെ എന്തൊക്കെയോ സംതിങ് വിളിച്ചു കൂട്ടുന്നുണ്ട്. ഇതിന് വലിയ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാം. ഇത് ചർച്ചയിൽ തീരുന്ന വിഷയമല്ല. ഇത് ഒരുപാട് പേർ അനുഭവിച്ചിട്ടുള്ള വിഷയമാണെങ്കിൽ അവർ തീർച്ചയായിട്ടും മൊഴി കൊടുക്കണം. മൊഴി കൊടുത്തതിന് ശേഷം ഇതിന്മേൽ കേസ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സർക്കാർ മുന്നോട്ട് വന്നിട്ട് അത് കേസ് എടുപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് മുന്നിൽ ഒരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഇത് നിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള ആളുകൾ മൊഴി കൊടുക്കാത്ത സാഹചര്യത്തിൽ ഇതിന്മേൽ ഇനി സർക്കാർ എന്താണ് ചെയ്യാനുള്ളത്? കാരണം ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങളിൽ ഇപ്പോൾ ഇങ്ങനെ ഇറുവിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതിന്മേൽ നിങ്ങൾ കൊടുക്കാത്ത മൊഴിയിന്മേൽ ഈ പറയുന്ന സർക്കാരിനായാലും നമ്മുടെ പോലീസ് സേനയ്ക്കായാലും എന്താണ് ഇതിൽ ചെയ്യാനുള്ളത്? അതിനുള്ള ഉത്തരവും ഈ വാദിക്കുന്നവർ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ആ ഉത്തരം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെന്തായാലും ഒരു ഫൈനൽ സൊല്യൂഷൻ ആവും. നിങ്ങൾ മൊഴി കൊടുത്താൽ ഇതിനൊരു ഫൈനൽ സൊല്യൂഷൻ ആവും. നിങ്ങൾ മൊഴി കൊടുക്കാൻ തയ്യാറാവുക. കേസ് എടുക്കാൻ ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ നിയമവ്യവസ്ഥയും തയ്യാറാണ്. നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളും തയ്യാറാണ്. അപ്പൊ ഇനി മറ്റൊരു വിഷയമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.